ഈശ്വരിച്ചയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. വചന വിചിന്തനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തനം 128 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാനബലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കുടുംബത്തിൻ്റെ ദൈവവിളിയെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഭാര്യാഭർത്താക്കന്മാർ മേശക്കരികിൽ ഇരിക്കുന്ന ഭവനത്തിൽ അവരുടെ സമീപത്ത് കുട്ടികൾ ഒലിവു തൈകൾ പോലെ, അതായത് ഊർജ്ജസ്വലതയും ഉന്മേഷവുമുള്ളവരായി കാണപ്പെടുന്നു. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ വിശദീകരിക്കുന്നു: മാതാപിതാക്കൾ വീടിൻ്റെ അടിത്തറകളാണെങ്കിൽ മക്കൾ കുടുംബത്തിൻ്റെ സജീവ ശിരകളാണ്. ക്രിസ്തീയ വിശ്വാസം രൂപം കൊള്ളുന്നത് കുടുംബത്തിൽ നിന്നാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് കുടുംബത്തെ ഗാർഹിക സഭ എന്ന് നാം വിളിക്കുന്നത്. ത്രിദൈക ദൈവം സ്നേഹത്തിൻ്റെ കൂട്ടായ്മയും കുടുംബം അതിൻ്റെ സജീവ പ്രതിഫലനവുമാണ്. ക്രൈസ്തവ കുടുംബത്തിൻ്റെ രഹസ്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി തന്നെ തന്നെ നൽകുകയും നമ്മുടെ ഇടയിൽ തുടർന്ന് വസിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൽ വെളിപ്പെടുന്ന പിതാവിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ്. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മാത്രമേ ഇന്ന് കുടുംബം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് സത്യം മറന്നുകൊണ്ട് ഒരു തീവ്ര വ്യക്തിവാദം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് കുടുംബ ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുകയും കുടുംബത്തിലെ ഓരോ അംഗത്തെയും ഒരു ഒറ്റപ്പെട്ട ജീവായി കണക്കാക്കുന്നതിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. ആസക്തികളിലും സുഖഭോഗങ്ങളിലും മുഴുകുന്ന സ്വാർത്ഥതയുടെ സംസ്കാരം സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങൾ കുടുംബജീവിതത്തെ അസഹിഷ്ണുതയിലേക്കും വിദ്വേഷത്തിലേക്കും നയിക്കുന്നു. സമൂഹത്തിന് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നന്മയാണ് കുടുംബം. അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ബോധ്യം വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പരസ്പര സ്നേഹത്തിൻ്റെയും ആത്മദാനത്തിൻ്റെയും ജീവിതശൈലി നാം തിരിച്ചു കൊണ്ടുവരണം. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യന് സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ചിന്താഗതിക്ക് അനുസൃതമായി സ്നേഹം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യോജിപ്പിക്കുകയോ വേർപെടുത്തുകയോ ചെയ്യാമെന്ന് ഇന്നത്തെ തലമുറ വിശ്വസിക്കുന്നു. ഭൗതിക വസ്തുക്കളെയും പരിസ്ഥിതികളെയും കൈകാര്യം ചെയ്യുന്ന രീതിയിൽ സ്നേഹബന്ധങ്ങളെയും നാം കൈകാര്യം ചെയ്യുന്നു. എല്ലാം ഉപയോഗിച്ച് വലിച്ചെറിയുന്നു, സ്വീകരിക്കുകയും തകർക്കുകയും ചെയ്യുന്നു, ചൂഷണം ചെയ്യുകയും അവസാന തുള്ളി വരെ പിഴിഞ്ഞെടുക്കുകയും ചെയ്യുന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കുടുംബങ്ങളെ ഗുരുതരമായ സഹനങ്ങളുടെയും തകർച്ചകളുടെയും വക്കോളം എത്തിച്ചിരിക്കുന്നു. യേശുവിലേക്ക് നോക്കി ജീവിക്കുക എന്നതാണ് കുടുംബത്തിൻ്റെ ദൈവവിളി. ഈ വിളിക്ക് പ്രത്യുത്തരം നൽകി ജീവിക്കുമ്പോൾ യേശു നമ്മുടെ കുടുംബത്തിൽ വസിക്കുകയും കുടുംബത്തെ തകർക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ ലോക സാഹചര്യത്തിൽ വെറുതെ പറഞ്ഞു പോകുവാൻ മാത്രം എളുപ്പമുള്ള കാര്യമല്ല ഇത്. നസറത്തിലെ കുടുംബത്തിലേക്ക് നോക്കുക. അവർ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ടാണ് അതിജീവിച്ചത്. കാരണം സ്വർഗസ്ഥനായ പിതാവിൻ്റെ അനന്തമായ സ്നേഹത്തിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ തടസ്സം നിൽക്കുന്ന തിന്മയുടെ സ്വരത്തിന് ശക്തി കൂടുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്ന ദൈവിക സാന്നിധ്യം കണ്ടെത്തുവാനും ആ സ്നേഹത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാനും നമുക്ക് സാധിക്കണം. കുടുംബങ്ങളുടെ തകർച്ച സഭയുടെയും സമൂഹത്തിൻ്റെയും തകർച്ചയ്ക്ക് കാരണമാവും. അതുകൊണ്ട് കുടുംബങ്ങളിലെ സ്നേഹാനുഭവം സഭയുടെ ജീവിതത്തിന് ശക്തിയുടെ ശാശ്വതമായ ഒരു സ്രോതസ്സാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, കുടുംബത്തെ തകർക്കുന്ന തിന്മയുടെ ശക്തികളെ അതിജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട്
ദൈവസ്നേഹാനുഭവത്തിൽ വളരുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.